സ്ഥലം പറഞ്ഞാൽ മതി. സ്ഥലം ഞങ്ങള് വാദി അബിയാദ്. ഇത്രയും സുന്ദരമായ സ്ഥലം ഒമാനിൽ നിന്ന് കാണാൻ സാധിക്കില്ല. ഇതിനെക്കുറിച്ച് വിവരിക്കണമെങ്കിൽ അടുത്തൂടെ പോണ്ടേ. ഡ്രൈവും പോകണം. അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കാൻ താലി ഹോട്ടലിലേക്ക് പോവാം. താലി ഹോട്ടൽ എന്ന് കേട്ടപ്പോൾ വിചാരിച്ചത് വെജിറ്റേറിയൻ ഹോട്ടലാണെന്നാണ്. പക്ഷേ എല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ സ്പെഷ്യലായിട്ട് നമുക്ക് താലി ട്രൈ ചെയ്യാനാണ്. ബാഹുബലി താലി, സുൽത്താൻ താലിയാണ് ഓർഡർ ചെയ്തത്. അപ്പം സുൽത്താൻ താലി എത്തിയിട്ടുണ്ട്. ഇതിൽ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഫിഷ് കറി, ഫിഷ് ഫ്രൈ ഒക്കെ ഉള്ള താലി സെറ്റാണ്. കുട്ടികൾക്ക് കുടുക്കാച്ചി ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അവരതിൻ്റെ ദമ്മൊക്കെ പൊട്ടിച്ച് തന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി. ഇത് ബാഹുബലി താലി. ഇത് പേര് കേൾക്കുമ്പോൾ എന്താന്നൊക്കെ വിചാരിക്കാം, പക്ഷേ മട്ടനാണ്. മട്ടനൊക്കെ ഉള്ളൊരു താലി സെറ്റാണ്. ശരിക്കും ട്രഡീഷണൽ രാജസ്ഥാനി തീമിലാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയും നല്ലൊരു ഉത്സാഹവും ഉന്മേഷമൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ഫുഡും കുഴപ്പമില്ല, നല്ല ഫുഡാണ്. അങ്ങനെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി. ഇനി ഒരു ഡ്രൈവ് പോവാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ. വാദി അബ്യാദ് മസ്കറ്റിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല മഴയൊക്കെ പെയ്തിട്ട് അവിടെ സൂപ്പറായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് ഞാൻ
പറഞ്ഞ സ്ഥലം വാദി അബിയത്ത്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഇവിടെ ഇപ്പോൾ മഴയൊക്കെ പെയ്ത് വാദിയിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആളുകളുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഈ വാദിയിലൂടെ വണ്ടി ഓടിച്ച് കളിക്കലാണ്. വെള്ളമൊക്കെ ഇങ്ങനെ തെറിപ്പിച്ച് അതിങ്ങനെ കാണാൻ ആളുകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ഹരം കൂടും. കാണുന്ന നമുക്കും നല്ലൊരു എൻജോയ്മെൻ്റ് ആണ്. അവർ പോകുന്ന പോലെ ഞങ്ങളും വെള്ളമൊക്കെ തെറിപ്പിച്ച് പോകുന്ന സമയത്ത് കുട്ടികൾക്ക് ഭയങ്കര തുള്ളിച്ചാട്ടവും സന്തോഷമൊക്കെ ആയിരുന്നു. ഇവിടെ ഇപ്പോൾ നല്ല ചാറ്റൽ മഴ ഉണ്ട്, പിന്നെ കൂടെ നല്ല തണുത്ത കാറ്റും. അപ്പോൾ നമ്മൾ സ്വെറ്ററൊന്നും എടുത്തിട്ടില്ല, അത്രയ്ക്കാണ് പ്രതീക്ഷിച്ചിരുന്നില്ല തണുപ്പുണ്ടാവുന്നുള്ളത്. വാദിയുടെ അരികിലുള്ള കൃഷിത്തോട്ടാണിത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പോയി നോക്കാം. ഇതിലൂടെയൊക്കെ പോകുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെ തെങ്ങിൻതോപ്പിൻ്റെ ഇടയിലൂടെ പോകുന്ന ഒരു ഫീലൊക്കെയാണ്. പുരാതന കാലം തൊട്ടേ ആളുകൾ ഇവിടെ കുടിയേറി പാർത്തിരുന്നു എന്നതിൻ്റെ അവശേഷിപ്പുകളൊക്കെ ഈ റോഡിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന വീടുകളിലൊക്കെ ആൾതാമസമുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഇവിടെ അവിടെ ഇവിടെ ആയിട്ട് കാണുന്നുണ്ട്. വാദി അബിയത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ സാൻഡ് ഡ്യൂൺസ് കണ്ടപ്പോൾ കുട്ടികൾക്ക് അവിടെ ഇറങ്ങി കളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവിടെയും കൂടെ ഒന്ന് കയറുകയാണ്. വേണ്ട വേണ്ട, എൻ്റെ തലയിലും എല്ലായിടത്തും മണലേ. എല്ലാവരും നല്ല ഫുട്ബോൾ കളിയിലാണ്. പിന്നെ എങ്ങനെ വീണാലും പരിക്കൊന്നും പറ്റില്ല എന്നുള്ളൊരു സമാധാനമുണ്ട്, കാരണം മണലല്ലേ.
സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ. ടേക്ക് കെയർ. ബൈ.